സാറേ, യു പിയിൽ മതം മാറ്റത്തിന് നേതൃത്വം നൽകിയ ഒരു പാക് ചാരനെ, പാക് ചാര സംഘടന ISIയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു, ശരിക്കു പറഞ്ഞാൽ ഒരു തീവ്രവാദി എന്ന് തന്നെ പറയണം, ഒരാളെ യോഗിയുടെ പോലീസ് പൊക്കി. എന്താണ് സാർ ഈ പാക് ചാര സംഘടനയുമായിട്ട് എങ്ങനെയാണ് ഇയാൾക്ക് ബന്ധം വന്നത്? എങ്ങനെയാണ് ഈ UP പോലീസ് ഇയാളെ പൊക്കിയത്? UP പോലീസ് ഇതുപോലുള്ള ഗുണ്ടകളെ, മാഫിയ രാജാക്കന്മാർ, മാഫിയ തലവന്മാർ, അതുപോലെ തന്നെ അഴിമതിക്കാരെ ഓരോരുത്തരെയായിട്ട് വേട്ടയാടിക്കൊണ്ട് അതൊരു ശുദ്ധീകരണം, ശ്രീരാമ ലക്ഷ്മണന്മാർ അവരെ ആരണ്യത്തിലേക്ക് പോയ സമയത്ത് അവിടുത്തെ രാക്ഷസന്മാരെ ഓരോരുത്തരെയായിട്ട്, താടക മുതലായിട്ടുള്ള രാക്ഷസ രൂപിണികളെയും ഒക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്ത് അവിടെ സന്യാസത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ശ്രമിച്ച് അതിൽ വിജയിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ശ്രമം അദ്ദേഹം നടത്തുകയാണ്. അക്ഷീണമായിട്ട് ഒരു രാമരാജ്യമാക്കി ഉത്തർപ്രദേശിനെ മാറ്റാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് ബുൾഡോസറുകൾ വന്നിട്ട് ഗവൺമെൻറ് അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിൽ വെച്ച വീടുകളിൽ ബുൾഡോസർ വെച്ച് തകർത്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയവും നിർമ്മിക്കും. അതെ അതെ, ഒരു പള്ളിയോ ചെറിയ അമ്പലമോ ഒക്കെ നിർമ്മിക്കും. ഇതെല്ലാം UP പോലീസ് തകർത്തുകൊണ്ട് ഗവൺമെന്റ് വളരെ കർശനമായിട്ട് നടപ്പാവും. ഭൂമിയില്ലാത്ത ആൾക്കാർ ടാർപോളിൻ ഷെഡുകൾ കഴിയുമ്പോൾ, പാലങ്ങൾക്കടിയിൽ കഴിയുമ്പോൾ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ച് നടക്കുന്നു. മാത്രമല്ല അനധികൃതമായിട്ടുള്ള കയ്യേറ്റക്കാരെ, കുടിയേറ്റക്കാരെ ഒക്കെ തന്നെ അവിടെ നിന്ന് പതുക്കെ പലായനം ചെയ്യുന്നുണ്ട്. UP ഒരു അയോധ്യയാക്കി മാറ്റുകയാണ്. യുദ്ധ മുഴുവൻ ഒരു അയോധ്യ രാജ്യമാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഒരു തപസ്യയിലാണ് യോഗി ആദിത്യനാഥ്. അവിടെ ഇദ്ദേഹം ഈ പറഞ്ഞ ആളിനെ മാത്രമല്ല, UPയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഷാരൂഖ് പത്താൻ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ പെടുന്ന ആളാണ്. 50,000 രൂപ തലയ്ക്ക് വിലയിട്ട ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ ദിവസമുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും വളരെ 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 പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. ചങ്കൂർ ബാബ ഒരാൾ ദൈവമാണത്. ആൾ ദൈവങ്ങൾ ഹിന്ദുക്കളിൽ മാത്രമേ ഉള്ളൂ. ട്രെയിനിലൊക്കെ മറ്റേ മോതിരവും ചെറിയ മാലയും ഒക്കെ വിറ്റ് നടന്ന ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇയാളങ്ങ് വലിയ എന്താ പറയാ, പണക്കാരനും വലിയ സിദ്ധനുമായി മാറി. അവിടെ ഒരു ദർഗ, ഒരു ചെറിയ പള്ളിയും ഒക്കെ കെട്ടി വലിയ സിദ്ധനായി മാറി. അയാൾക്കിപ്പോൾ 40 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് 106 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ്, 106 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾദൈവമായി കഴിയുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. പക്ഷേ ഇയാളെയാണ് ഈ പാക് ചാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആൾദൈവം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, അത് നമ്മുടെ ബ്രിട്ടാസൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മുസ്ലിങ്ങളിലും ഉണ്ട്. മുസ്ലിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആൾദൈവത്തെ ഇതുവരെ മാതാ അമൃതാനന്ദമയ്യെ കളിയാക്കി ഇതുപോലെ കളിയാക്കാനോ വിമർശിക്കാനോ ബ്രിട്ടാസ് മുന്നോട്ട് വന്നിട്ടില്ല. അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ ആനന്ദമയി അമ്മയെ എന്തും പറയാം, ആരും ചോദിക്കാനില്ല. പറഞ്ഞാൽ അവര് അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. കൈയടിക്കാൻ നമ്മുടെ പിന്നെ ഒരു നടപടി എടുക്കുകയാണ്. ഹിന്ദുക്കൾ തന്നെ അതിനെ പരിഹസിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു സനാതന സംസ്കാരത്തിന്റെ ഭാഗം. അതങ്ങനെ ഇരിക്കട്ടെ. സത്യമേവ ജയതേ അവസാനം. ഇപ്പൊ ഇദ്ദേഹം പിടിയിലായി. ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപകൃത്യം എന്തെന്നറിയും? ഇതൊന്നുമല്ല, പോക്കറ്റ് അടിക്കുമായിരുന്നു. രൂപയിട്ട് പോകുന്നതുകൊണ്ട് പണം അദ്ദേഹത്തിന്റെ ഏജന്റുമാർ തീർച്ചയായിട്ടും വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. അത്ര അപകടകാരിയായിട്ടുള്ള, പോക്കറ്റിൽ വെച്ചിരിക്കുന്ന പണത്തിന് പോലും സുരക്ഷയില്ലാത്ത ഒരു കാലം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം. പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് UP. ക്രിമിനൽ രാജ് നിന്ന് അവിടെ രാം രാജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ സെലക്റ്റീവ് ഫെല്ലിംഗ് പോലെയുള്ള ഇത്തരം കൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പറയട്ടെ പ്രശാന്ത്, അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറും പരിവർത്തനമല്ല. ഇദ്ദേഹം മുസ്ലിം യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട്, യുവതികളെ അല്ല, അത് പ്രത്യേകം ഓർക്കണം, ക്രിസ്ത്യൻ അതുപോലെ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളെ ആകർഷിക്കും. നല്ല സുന്ദര, നമ്മുടെ നല്ല ആര്യ വംശജൻ്റെ മുഖഛായയും രക്തവുമുള്ള മുസ്ലിങ്ങളുണ്ട് അവിടെ. ആര്യ വംശജൻ്റെ കാണാൻ സുന്ദരന്മാരാണ്, നല്ല വെളുപ്പ് നിറമുള്ള, ഓമ്പഴത്തിൻ്റെ നിറമുള്ള യുവാക്കൾ. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുവരും, കല്യാണം കഴിപ്പിക്കും. നിക്കാഹല്ലാതെ അവർക്ക് ജീവിതം അവർക്ക് നിഷിദ്ധമാണല്ലോ, ഹറാം. അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കും. കല്യാണവും കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇവരെ അയക്കുന്നറിയാമോ? ISന്റെ ഇന്റർസ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇവിടെ ഉണ്ട്. അവരെ ISI ഏജന്റുമാരായിരിക്കില്ല, പക്ഷേ അവർക്ക് വിവരം ചോർത്തി കൊടുക്കുന്ന ഇൻഫോർമേഴ്സ് ആയിരിക്കും. അവർ സ്ലീപ്പിംഗ് സെല്ലുകളിലാണ്, പോലീസ് പിടിക്കാതിരിക്കാൻ. അവിടെ ഈ പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുക.
അവിടെ നടക്കുന്നത് പിന്നെന്താ? വ്യഭിചാരം, അല്ലെങ്കിൽ പിന്നെന്താ? അന്യൻ പുരുഷൻ കല്യാണം കഴിച്ച ആളിനെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ നടക്കുന്നത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ രഹസ്യം. വ്യഭിചാരം നിഷിദ്ധമായ ഇസ്ലാം ആ വ്യഭിചാരം ഇതുവഴി നടത്തുന്നു. അങ്ങനെ ഒരു ബാവയായിട്ട് ആദരിക്കുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ അങ്ങനെ മാറ്റിയെന്നാണ്. ആയിരക്കണക്കിന് സ്ത്രീകളെ, യുവതികളുടെ ജീവിതം അങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ആളിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിചാരണ നടക്കും. വിചാരണ ഇല്ലാതെ കാര്യങ്ങൾ ശിക്ഷിക്കാൻ പറ്റില്ല. മറ്റേത് ഏറ്റുമുട്ടലായിരുന്നു. തിരിച്ചു വെടിവെച്ചതുകൊണ്ടാണ് അവിടെ ഈ ക്രിമിനലായിട്ടുള്ള സഞ്ജീവ് ജീവ സംഘത്തിൽപ്പെട്ടിട്ടുള്ള ആളിനെ നമ്മൾ നേരത്തെ പറഞ്ഞ 50,000 രൂപ പാരിതോഷികം തലയ്ക്ക് വിലയിട്ട മുസാഫർ ജില്ലയിലെ ചാപ്പറയിൽ നടന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത് ഷാരൂഖ് പത്താൻ കൊല്ലപ്പെട്ടത്. ഇതങ്ങനെയല്ല. ഇത് അറസ്റ്റ് ചെയ്യുക, നേരിട്ട് അറസ്റ്റ് ചെയ്യുക. ഇവിടെ ആക്രമണത്തിനൊന്നും വന്നില്ല. അദ്ദേഹത്തിനെ നേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം ഇനി പുറത്തു വരും. എത്ര സ്ത്രീകളെ ഇങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണല്ലോ പോലീസ് എല്ലായിടത്തും പറയുന്നത്. ഈ ചങ്കൂർ ബാബയെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ലവ് ജിഹാദ് എങ്ങനെ ദേശദ്രോഹ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ കുഴപ്പമില്ല, ലവ് ജിഹാദ് കുഴപ്പമില്ല, ദേശദ്രോഹ പ്രവർത്തനത്തിനും IS ചാരന്മാർക്ക് വേണ്ടിയും ISIക്ക് വേണ്ടിയും രണ്ടാണ്. ISകാർക്കും ഇതുപോലെ ആവശ്യങ്ങളുണ്ട്. അവരുടെ ശാരീരിക ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇതുപോലെ പെണ്ണുങ്ങളെ കൊടുക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എല്ലായിടത്തും ഇതര മതങ്ങളിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ അത് വ്യഭിചാരമാകുന്നില്ല എന്നാണ് പറയുന്നത്. അവരെ കൊല്ലാം, അതുപോലെ ലൈംഗിക കൃത്യത്തിൽ ഏർപ്പെട്ട് അവരെ പീഡിപ്പിക്കാം, അതൊന്നും പിന്നെ ഇസ്ലാമിന് വിരുദ്ധമല്ല എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. അങ്ങനെയാണല്ലോ കുർദുകൾ, യസീദികളെയൊക്കെ ISകാർ പീഡിപ്പിക്കുകയും കൊല്ലുകയും അവർക്ക് പിന്നെ പർദ്ദ ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ഈ പിന്നെ എന്താ പറയുന്നത്, മെൻസസ് ഉള്ള പീരീഡിൽ ആർത്തവകാലത്ത് പോലും അവരെ ഉപദ്രവിക്കുകയല്ല, ബലാത്സംഗം ചെയ്യുക. അവരുടെ ഇഷ്ടമില്ലാതെ ബലാത്സംഗം ചെയ്യുന്ന ISകാർ. ആ ISകാരുടെ ഒരു പിന്തുണയോടുകൂടി ആണ് അവർക്ക് വേണ്ടി കൂടി പെണ്ണുങ്ങളെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു അങ്ങനെയുള്ള മാമനായിരുന്നു ഇദ്ദേഹം, പിമ്പായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. അതെന്നിട്ട് അദ്ദേഹം ഒരു ദൈവിക ഭാവം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരാൾ ദൈവമായിട്ട് ചമയുകയും ഒക്കെ ചെയ്തിരുന്നു. ദർഗ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ദുഷ്ടനായിട്ടുള്ള ഈ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇടപാടുകളെല്ലാം ഇനിയിപ്പോൾ പുറത്തു വരും. ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ 600 കോടി രൂപയാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, തുർക്കിയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, പിന്നെ ദുബായിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, ഇവിടെ നിന്നെല്ലാം വരുന്ന പണമാണ്. എന്തിനാണ് ഈ പണം? മതപരിവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന പാരിതോഷികങ്ങളാണ്. അല്ലാതെ അതെ, ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നതിന് മാത്രമല്ല, ഇസ്ലാമാക്കി മാറ്റുന്നതിനും വിദേശ രാജ്യങ്ങളിൽ ഫണ്ട് ഇന്ത്യക്കകത്ത് ഈ ഫണ്ട് ഇപ്പോൾ നടപ്പില്ല. മോദി നടപ്പാക്കിയവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ നിർത്തലാക്കി, ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ നിർത്തലാക്കിയതിന് ഇയാൾ എന്താ ചെയ്യുന്നറിയോ? നേപ്പാളിൽ പോയി അക്കൗണ്ട് തുറന്നു. നേപ്പാളിൻ്റെ അതിർത്തി സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഇയാൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി. അവിടെ ആരും പിടിക്കില്ല. അങ്ങനെ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ടാണ് ഇയാൾ ഈ പണം കവർന്നുകൊണ്ടിരുന്നത്. ഈ ദുഷ്ടകൃത്യം, അതായത് ഈ വ്യഭിചാരത്തിന് വേണ്ടി പെണ്ണുങ്ങളെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഈ ആൾ ദൈവം ചെയ്തുകൊണ്ടിരുന്നത്.